അപ്പം ഇൻഷാല്ല എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരു അരമണിക്കൂർ ലേറ്റായി തുടങ്ങിയതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സമയങ്ങൾ ഇൻഷാല്ല ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. എന്തായാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രഭാതം കൂടി നമ്മിലേക്ക് എത്തിപ്പിച്ച് തന്നതിന് ആത്മാർത്ഥമായും നമുക്ക് റബ്ബിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമുക്കറിയാൻ വേണ്ടി പറ്റും. ഓരോ ദിവസവും നാം ചുറ്റുപാടുകളിൽ നിന്ന് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ പ്രയാസങ്ങൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ പ്രയാസങ്ങളിലേക്കായിരിക്കാം. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സങ്കടങ്ങളിലേക്കായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ നാടിങ്ങനെ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ, അങ്ങനെ പല സംഭവങ്ങളും ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് റോങ്ങായി തോന്നുന്ന സംഭവങ്ങൾ ഓരോന്നും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്നിലും നിങ്ങളിലും ഏറ്റവും കൂടുതൽ വരുന്നുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചുറ്റുപാടുകളിൽ നിന്ന് നടക്കുന്ന നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ, വേവലാതിപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരവസ്ഥയും ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ റബ്ബ് തന്നെയാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുകൊണ്ടുണ്ടായ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുണ്ടായ ഓരോ സങ്കടത്തിലും പ്രയാസത്തിലും നമ്മൾ അതിലെ നന്മകളെ കണ്ടെത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാവരും അൽഹംദുലില്ലാ ഇവിടെ വിശ്വാസികളാണ് അല്ലേ? ആ ഒരു വിശ്വാസം മൂർധന്യത്തിലേക്ക് എത്താൻ, ആ ഒരു വിശ്വാസം അടിയുറക്കണമെങ്കിൽ, ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ഡീപ്പായി എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അത് പഠിച്ച് ആൽ മാത്രമേ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മാത്രമേ നമ്മളുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ എന്ന്. അങ്ങനെ അത് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും സാഹചര്യവും സിറ്റുവേഷനും വരുന്ന സമയത്ത് ആ തിരിച്ചറിവുകളെ നമ്മളിലേക്ക് പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാരാവട്ടെ, ആ തിരിച്ചറിവുകളെ ഡിസ്കസ് ചെയ്ത നമ്മളായിക്കോട്ടെ, ആ തിരിച്ചറിവിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരായ ഏത് വ്യക്തികളുമായിക്കോട്ടെ, സമൂഹത്തിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് ഒരു പ്രതിസന്ധികൾ വരുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും വരുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ചിന്ത നമ്മളിൽ ഓരോരുത്തരിലേക്കും വരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ അടിത്തറയുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രാക്ടീസ് നടത്തുക എന്നുള്ളത് ഞാൻ ഇത് നിങ്ങളിലേക്ക് പറഞ്ഞു തരിക എന്നുള്ളതല്ല. അതിലപ്പുറത്തേക്ക് ഞാൻ ഈ ഓരോ വിഷയവും അടിവരയിട്ടുകൊണ്ട് ഞാനിത് എന്നോട് തന്നെ ബോധ്യപ്പെടുത്തുന്ന, എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന, ഞാൻ എന്നിൽ തന്നെ പരിവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഈ ഈ ചുറ്റുപാടുകളിൽ നിന്ന് ഇത്തരം നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും ആ നെഗറ്റീവായ തലങ്ങളിലേക്ക് നമ്മളുടെ ചിന്ത എത്തുന്നുണ്ടെങ്കിൽ, ആ നെഗറ്റീവായ തലങ്ങളിലേക്ക് ആ പ്രവർത്തനം മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മളുടെ റബ്ബാണ് എന്നുള്ളത്. റബ്ബിന്റെ തീരുമാനമില്ലാതെ ഒരു കുഞ്ഞു ഉറുമ്പിന് പോലും ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾ പഠിക്കുകയും
നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ മുന്നിലേക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്നും ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളെ പഴിചാരുന്ന, അതല്ലെങ്കിൽ നാം നമ്മുടെ റബ്ബിനെ കുറ്റപ്പെടുത്തുന്ന, എൻ്റെ റബ്ബ് എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്നിന് പിന്നാലെ ഒന്ന് എന്നുള്ള രീതിയിൽ എനിക്ക് പരീക്ഷണങ്ങൾ തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്, ഇതിന് മാത്രം എന്ത് തെറ്റാണ് റബ്ബെ ഞാൻ ചെയ്തിരിക്കുന്നുള്ളത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈമാനിൻ്റെ ആ ഒരു ദൃഢത അവിടെ കഠിനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കഠിനമാക്കപ്പെട്ട ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കഠിനമാക്കപ്പെട്ട ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏവരും മുറുകെ പിടിക്കേണ്ട ഒരായുധമാണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആയുധം. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിൽ കവറുകൾ നിരോധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കവറുകൾ മാത്രമേ നമുക്ക് കിട്ടൂ. അത്യാവശ്യം സാധനങ്ങൾ ഇടാനുള്ള കവറുകളെ നമുക്ക് ചിലപ്പോൾ ലഭിക്കുള്ളൂ. നമ്മൾ നമ്മുടെ കയ്യിൽ കരുതുന്നുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ആ സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബാഗ്, അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് നമ്മളുടെ തൊടിയിലേക്ക് ഒന്ന് ആ മുറ്റങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മളൊന്ന് പോവുകയാണെങ്കിൽ നമ്മൾ കരുതുന്നുണ്ട് നമ്മളെ കയ്യിൽ ഒന്നുകിൽ ചില ടൂൾസുകൾ എന്തായിരിക്കാം, കത്തിയോ വേറെ എന്തെങ്കിലും ടൂൾസോ നമ്മൾ കയ്യിൽ കരുതുന്നുണ്ടാവും, അല്ലേ? അപ്പം ഈ ഒരു അവയർനെസ്സോടു കൂടി ഞാൻ ഏത് വർക്കിനാണോ ഇറങ്ങുന്നുള്ളത്, ആ വർക്കിലേക്ക് ഞാൻ ഇറങ്ങണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്ത് സാധനം ഉണ്ടായിരിക്കണം, ആ വർക്ക് അവിടെ സ്മൂത്തായി പോവാൻ, ആ വർക്കിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂൾസാണ് എനിക്ക് വേണ്ടത് എന്ന് നാം വളരെ കറക്റ്റായി നോക്കിയും കണ്ടും മനസ്സിലാക്കിയും ആ ടൂളുമായാണ് നാം പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാം എത്തിപ്പെടുന്ന ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് അല്പം പ്രതിസന്ധികളില്ലാതെ പെട്ടെന്ന് നമുക്ക് ഊരി വരാനും ആ സക്സസ്സിലേക്ക് നമുക്ക് എത്താനും വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ സങ്കടപ്പെട്ട് കുറ്റപ്പെടുത്തി എനിക്ക് മാത്രം എന്താണ് റബ്ബെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പരിതാപം അർപ്പിക്കുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു കുറ്റപ്പെടുത്തലിലേക്കും സങ്കടങ്ങളിലേക്കും മാറുന്നുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ലൈഫിനെ നമ്മൾ സ്മൂത്താക്കി മുമ്പിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ അതിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ കരുതാത്തത് കൊണ്ടാണ്. നമ്മൾ ഒന്ന് തൊടിയിലേക്ക് കാട് വെട്ടാൻ പോകുമ്പോൾ കയ്യിൽ കത്തി കരുതിയിട്ടില്ല എങ്കിൽ ആ തൊടിയിലെ പുല്ലുകൾ വലിച്ച് പൊരിച്ച് നമ്മുടെ കൈ ആകെ മുറി വരും, അല്ലേ? അപ്പം ഈ കൈകൾക്ക് മുറിവുണ്ടായിട്ട് ആ തൊടിയിലെ പുല്ലുകളെ നമ്മൾ വലിച്ച് എടുത്ത് കൈകൾക്ക് നമുക്ക് മുറിവുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഒരു പുല്ലിനെ പറിച്ച് മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടി നാം നമ്മുടെ കയ്യിൽ ഒരു കത്തിയാണ് കരുതി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ വേദനകളില്ല, അവിടെ എത്തുമ്പോൾ പ്രയാസങ്ങളില്ല, അവിടെ എത്തുമ്പോൾ സങ്കടങ്ങളില്ല. നമ്മൾ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഏത് ദൗത്യത്തിനാണോ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ആ ഒരു ദൗത്യത്തെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദൗത്യത്തെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായ ആ ഒരു എക്യുപ്മെൻറ്റ്സ്, ഒരു കത്തി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ആ തൊടിയിലേക്ക് പോയ സമയത്ത് നമ്മളുടെ വർക്ക് നമുക്ക് സ്മൂത്താക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, ജീവിതമാവുന്ന ആ ഒരു തോട്ടത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ, ജീവിതമാവുന്ന ആ ഒരു പൂന്തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ജീവിതമാവുന്ന പൂന്തോട്ടത്തിൽ വരുന്ന കളകളെയും പുല്ലുകളെയും പറിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടൂൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം നമ്മളുടെ യാത്ര നടത്തുന്നതെങ്കിൽ, ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജീവിതമാകുന്ന കഷ്ടപ്പാട് നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, സങ്കടങ്ങളും പ്രയാസങ്ങളും പരിതാപങ്ങളും നിറഞ്ഞ ഈ ഒരു യാത്രയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ആ ഒരു ആയുധം എടുത്തുകൊണ്ട് ആ ഒരു ആയുധ
ആയുധത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആയുധത്തെ നമുക്ക് വേണ്ട സ്ഥലങ്ങൾക്ക് വേണ്ട പോലെ നമുക്ക് വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ജീവിതമാവുന്ന ആ ഒരു തോണിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ സക്സസ് ആക്കാൻ വേണ്ടി കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റും. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷെറും ഖൈറും എല്ലാം റബ്ബിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ പലതവണ എക്സാമിന് എഴുതിയ ആ ഒരു സെൻറ്റൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നമ്മൾ അന്ന് വെറും ആ ഒരു സെൻറ്റൻസിനെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ, ആ ഒരു സെൻറ്റൻസിനെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാം എഴുതിയതും പഠിച്ചതും എന്നുണ്ടെങ്കിൽ, ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുത്തുന്ന മാറ്റം, ആ ഒരു സെൻറ്റൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ചിന്താതലത്തെ നമ്മൾ നമ്മുടെ ചിന്താതലത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് നമ്മുടെ ആ ഒരു ചിന്താതലത്തെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചിന്താതലത്തിലേക്ക് നമുക്ക് പോവാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന നമ്മുടെ വിശ്വാസത്തിൽ ഒന്നും കൂടി ഡീപ്പാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മുന്നിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ടൂള് മാത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുസ്തകത്തിൽ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടി എടുത്ത ആ പുസ്തകത്തിൽ ഇനിയും മധുരമുള്ള നിമിഷങ്ങൾ, മധുരമുള്ള പോയിന്റ്സുകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റട്ടെ. ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ആ പ്രയാസത്തിനെ അതൊരു തലോടലായി കാണാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മളെ സഹായിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ വിലപ്പെട്ട ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ വെയിറ്റിംഗിലാണ്. റെക്കോർഡ് കേൾക്കുന്നവർ റെക്കോർഡ് കേട്ടിട്ടും ഓക്കെ. എന്താണ് ടൈം മാറ്റിയോന്ന്? അതെ, എനിക്ക് വേറൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ആ സെഷൻ ഉള്ളത് കൊണ്ട് ആ സെഷൻ കഴിയുന്നില്ല നമ്മുടെ ടൈം ആകുമ്പോഴത്തേക്ക്. അതാണ് ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റിയത്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. പിന്നെ എന്തായാലും ഇപ്പം നോമ്പൊക്കെ വരികയാണല്ലേ, ടൈം നോമ്പിൽ മാറ്റിയത് നമുക്കൊന്നും കൂടെ ഓക്കെ ആയി. ഓക്കെ ആണല്ലേ? എന്നാലും നമുക്ക് ഇൻഷാല്ലാ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും നമുക്ക് പറ്റുമോന്ന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ ടൈം മാറും. നോമ്പ് വരുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ സ്വബേസ്കരിച്ച് നമ്മളെ മെഡിറ്റേഷൻ സമയത്താണ് ബാങ്ക് വരുന്നുണ്ട്. അപ്പം അതെ അതെ. അത് നല്ലൊരു പ്രയാസം. അപ്പം ഇനി 7:30 ആക്കിയാൽ, ഇപ്പം 7 മണിയല്ലേ, ഇനി 7:30 ആക്കിയാൽ നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ 7:30 ആക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ റമളാൻ വരികയാണ്. അൽഹംദുലില്ലാ ഇവിടെയുള്ളവർക്ക് മാത്രം, അത് പുറത്തേക്ക് എവിടെയുള്ള ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് കേട്ടവർക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഫോർഗിവിൻ്റെ ക്ലാസ് തരാം. അപ്പോൾ അത് ഫ്രീ ആയിരിക്കില്ല, പെയ്ഡ് ആയിരിക്കാം. ആവശ്യമുള്ളവർക്ക് മാത്രം. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, പക്ഷെ ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് മാത്രമായിരിക്കും ആ ഒരു ഫോർഗിവിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ഒരു റമളാനിലേക്ക് കടക്കുമ്പോൾ അത്രമാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവാം. വെറും ഫോർഗീവ് മാത്രമല്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫോർഗീവിൻ്റെയും വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലപ്പുറം ഇപ്പം ഞാൻ നടത്തുന്നുള്ളത് പിന്നെ നമുക്ക് റമളാനിലേക്കുള്ള ഫുഡ് ഏതൊക്കെ രീതിയിൽ നമ്മൾ റമളാനിനെ വരവേൽക്കണം, റമളാനിലെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു റമളാൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യാവസ്ഥ ഏത് രീതിയിലേക്കായിരിക്കണം, ഓരോ പ്രാവശ്യവും റമളാൻ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ആയി പോവാറുള്ളത്, അതുകൊണ്ട് ഈ ഒരു റമളാൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ
ഒരു സെഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പെയ്ഡ് സെഷനാണ്. പക്ഷെ ഇത് ഇവിടെയുള്ളവർക്ക് മാത്രമാണ്, പുറത്ത് എവിടെയും കൊടുക്കാനല്ല. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നമ്മുടെ ഈ 2 ഡേയ്സ് വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന, അത് ഓൺലൈൻ ആയിക്കോട്ടെ റെക്കോർഡ് കേട്ടുകൊണ്ടായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് പിന്നെ ഒരു 3 ദിവസത്തെ ഫോർഗിവിൻ്റെ ക്ലാസ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്നെ വിവരം അറിയിക്കുക. അറിയിച്ചിട്ട് നമുക്ക് തിങ്കളാഴ്ച എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചാൽ മനസ്സിലായില്ല, ഒന്ന് അൺമ്യൂട്ടാക്കി ചോദിക്കുമോ? ഇപ്പൊ ചാറ്റ് ബോക്സിൽ എന്താ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ടാക്കി ചോദിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷൻസ് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക, അന്ന് ഡിസ്കഷൻ ഗ്രൂപ്പിൽ അറിയിക്കുക, അതല്ലെങ്കിൽ എന്നെ പേഴ്സണൽ അറിയിക്കുക. അത് ഇനി ആ ക്ലാസ് ആവശ്യമുള്ളത് ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് ഞാനത് നടത്തി കൊടുക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ള എല്ലാവർക്കും വരാം. പിന്നെ അതിനെന്തായാലും ചെറിയൊരു ക്യാഷ് ഈടാക്കുന്നതായിരിക്കും. 3 ദിവസത്തെ ക്ലാസ്സാണ്. ഒരു 200 രൂപ ആ ക്ലാസ്സിലേക്ക് ഈട് ചെയ്യും. അപ്പോൾ 200 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്ക്, ഫോർഗിവിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.